ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുത്തേക്കില്ല. ഇതോടെ മോദി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. അതേസമയം പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പാകിസ്ഥാൻ ചർച്ചയായില്ല എന്നാണ് വിവരം. ഈ മാസം 26 മുതൽ 28 വരെയാണ് മലേഷ്യയിൽ ആസിയാൻ ഉച്ചകോടി നടക്കുന്നത്. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കില്ല എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഈ ദിവസങ്ങളിലാണ് ബീഹാറിൽ ഛാത് പൂജ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പൂജാ ചടങ്ങുകൾ ഒഴിവാക്കി പ്രധാനമന്ത്രി ആസിയാനിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. നരേന്ദ്രമോദിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചകോടിയിൽ നേരിട്ട് പങ്കെടുക്കും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ ആസിയാൻ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നായിരുന്നു സൂചന. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുന്നത് ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതോടെ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക തീരുവ കുറയ്ക്കുന്നതും അമേരിക്ക പരിഗണിക്കുന്നുണ്ട്. 50% നിലവിലെ തീരുവ 15% അല്ലെങ്കിൽ 30% എന്ന നിലയിൽ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രാഥമിക ധാരണകളായിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച അമേരിക്ക സന്ദർശിച്ച വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് തീരുവ കുറയ്ക്കുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നത്. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. തീരുവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭാഷണത്തിൽ ചർച്ചയായി. എന്നാൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു പോരാടേണ്ടതിന്റെ ആവശ്യകത ചർച്ചയായെങ്കിലും പാകിസ്ഥാന്റെ പേരെടുത്ത് ഒരു ചർച്ചയിലേക്ക് പോയില്ല എന്നാണ് വിവരം. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അക്കാര്യം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. അതേസമയം അടുത്ത മാസം ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുത്തേക്കില്ല എന്നാണ് വിവരം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.